സംസ്ഥാനത്ത് ചൂടിന് കുറവില്ല. തിരുവനന്തപുരം, വയനാട്, ഇടുക്കി ജില്ലകൾ ഒഴികെ എല്ലാ ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സുനിഷ അയ്യലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, 2 ദിവസം കഴിഞ്ഞാൽ ചൂടിന് കുറവുണ്ടാവുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്, കുറയുന്നില്ലല്ലോ? നികേഷ്, ഇത് തന്നെയാണ് പ്രശ്നം. ഏതായാലും ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ചെറിയൊരു ആശ്വാസമായി വേനൽ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട് എന്നതാണ്. തെക്കൻ കേരളത്തിൽ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ കാലാവസ്ഥ ഒരു മൂടിക്കെട്ടിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പൊതുവെ ഇന്ന് തിരുവനന്തപുരം യെല്ലോ അലർട്ടിലും ഇല്ല. തിരുവനന്തപുരവും ഈ ഇടുക്കിയും വയനാടും ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം. ഇത് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ളൊരു സാധ്യതയും പറയുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെയും മഴയ്ക്കുള്ളൊരു സാധ്യത കൂടി നിലവിൽ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലൊക്കെ തന്നെയും പാലക്കാട് ഇപ്പോഴും 40 ഡിഗ്രി സെൽഷ്യസിൽ താപനില നിൽക്കുന്നു എന്നത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി 41, 40 എന്ന നിലയിൽ തന്നെ പാലക്കാട്ടെ താപനില നിലനിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇന്നും 40 ഡിഗ്രിയിലാണ്. പിന്നീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ 39 ഡിഗ്രി സെൽഷ്യസിൽ തുടരുന്നു എന്നതാണ്. ഈ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലും ഇതേ രീതിയിൽ 38 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരുകയാണ്. ഏതായാലും ഇതിനിടയിൽ മഴയ്ക്കുള്ളൊരു സാധ്യത ആശ്വാസമായി കാണുകയും ചെയ്യുന്നു. പക്ഷേ ഈ ചൂട് കൂടുന്നതിനൊപ്പം തന്നെ ഈ വൈദ്യുതി ഉപയോഗവും കൂടുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ 100 ദശലക്ഷം കടന്നിരുന്നു, 100 ദശലക്ഷം യൂണിറ്റ് കടന്നിരുന്നു വൈദ്യുതി ഉപയോഗം. കഴിഞ്ഞ ദിവസവും അതേ രീതിയിൽ തന്നെയാണ്. 108 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്നതാണ് ഇന്നലത്തെ കണക്ക് പ്രകാരം മനസ്സിലാകുന്നത്. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു 111 ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ഉപയോഗം ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെ അതിൽ നേരിയൊരു കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച 104 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. പക്ഷേ അത് 108 കൂടിയിട്ടുണ്ട്. പീക്ക് ആവശ്യകതയിലും നേരിയ കുറവുണ്ട് എന്നതാണ് ഇപ്പോൾ ചെറിയ ആശ്വാസമായി കാണുന്നത്. നികേഷ്.